ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഗോവ, എന്തുകൊണ്ടാണ് എല്ലാവരും ഗോവ ചൂസ് ചെയ്യുന്നത്, ഗോവയിൽ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, എങ്ങനെയൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്ക് ട്രാൻസ്പോർട്ടിനായിട്ടുള്ളത്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഓപ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് ഒരു ഫാസിനോ എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. ഫാസിനോയിൽ നേരെ അഗ്വാഡ ബീച്ചിൻ്റെ സൈഡിലുള്ള അഗ്വാഡ ജയിലിൻ്റെ അടുത്തേക്കാണ് ഈ പോകുന്നത്. അഗ്വാഡ ഫോർട്ടാണ് മെയിൻലി കാണാറ്, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള അഗ്വാഡ സെൻട്രൽ ജയിലിൻ്റെ ഭാഗങ്ങൾ ആരും അങ്ങനെ കാണാറില്ല. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചയാണിത്. ഈ ഒരു സൈഡിലായിട്ട് നേരെ കാണുന്നതാണ് അഗ്വാഡ സെൻട്രൽ ജയിലിൻ്റെ ഭാഗം. നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബീച്ച് സൈഡിൽ തന്നെയാണ്. ബീച്ച് സൈഡിലുള്ള വലിയൊരു മൗണ്ടനാണ് ഈ കാണുന്നത്. ആ മൗണ്ടൻ്റെ താഴെയായിട്ടാണ് ഈ അഗ്വാഡ സെൻട്രൽ ജയിൽ കിടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് അഗ്വാഡ സെൻട്രൽ ജയിലിൻ്റെ സമീപത്തായിട്ടാണ്. അഗ്വാഡ ഫോർട്ടിൻ്റെ അവിടുന്ന് ഫോർട്ടിലേക്ക് റൈറ്റ് കട്ട് ചെയ്യുന്നതിന് പകരം ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗ്വാഡ സെൻട്രൽ ജയിലിൻ്റെ അടുത്തെത്തും. അഗ്വാഡ സെൻട്രൽ ജയിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓണിക്സ് ബീച്ചും കൂടി ഉള്ളത്. സോ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. എങ്ങനെയാണ് ഇവിടെ വരെയൊക്കെ ഇപ്പോൾ ഞാൻ വന്ന് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ വിശദീകരിക്കാം. അപ്പം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നേരെ ഫ്ലൈറ്റിനാണ് വന്നത്. ഫ്ലൈറ്റിന് നേരെ വന്നു. ഫ്ലൈറ്റിന് ഒരു 5:30 ആകുമ്പോൾ എത്തി. അവിടുന്ന് 1 hour ഡ്രൈവ് ആയിട്ടാണ് കലങ്കോട്ട് ബീച്ചിലേക്ക് എത്തുന്നത്. കലങ്കോട്ട് ബീച്ചിൽ തന്നെ ഹാർഡ് റോക്ക് കഫേ എന്ന് കലങ്കോട്ട് ബീച്ചിൽ തന്നെ ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടൽ ആണ് സ്റ്റേ ചെയ്തത്. അടിപൊളി ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഹോട്ടലിൽ തന്നെ നമുക്ക് പെർ ഡേ 300 നോർമൽ ആക്റ്റീവയും അതേപോലെ തന്നെ പെർ ഡേ 500 ഒരു ഫാസിനോയും കൂടെ കിട്ടും. അപ്പം ആക്റ്റീവ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഫാസിനോ ആണിത്. സോ ഇതാണ് ഫാസിനോ. സോ ഈ കാണുന്നതാണ് ഫാസിനോ. സോ ഇതിന് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് ഇങ്ങനെ ഇത് ടാക്സി ആയിട്ട്, അതായത് റെൻറ്റിന് കിട്ടുന്ന വണ്ടികൾക്ക് ഇങ്ങനെയാണ് ഇവിടെ നമ്പർ പ്ലേറ്റ് ഉള്ളത്. പിന്നെ ഇവിടെ നേരെ കാണുന്നതാണ് ഫോർട്ട് അഗ്വാഡ ജയിൽ മ്യൂസിയം വരുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഓണിക്സ് ബീച്ചും കൂടെ കാണാം. ഓണിക്സ് ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന് നമുക്കൊരു 500 രൂപ, ഇവൻ പുള്ളി കുറച്ച് കൂട്ടി പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. ഇവൻ അത്ര പോലും വന്നോണമെന്നില്ല. വണ്ടി അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാത്രിയിൽ എനിക്കൊരു 500 തന്നത്. ആക്ച്വലി ഫ്യൂല് നമ്മൾ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞതേ ഫ്യൂലിംഗ് നമ്മൾ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞത് രാവിലെ നേരെ എണീറ്റു ബൈക്കുമായിട്ട് പോന്നു. സമയം ഓൾമോസ്റ്റ് 7:30 ആയിട്ടുള്ളൂ. നല്ല വെയിലുണ്ട്, അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ വന്ന് ഒരുപാട് വണ്ടികൾ അങ്ങനെ സ്കൂട്ടീസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഓരോ മുക്കിലും മൂലിൽ. അപ്പം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്കൂട്ടി നല്ലതാണ്, സ്കൂട്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1 year മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഈ ഒരു ഫോർട്ട് അഗ്വാഡ ജയിൽ മ്യൂസിയത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഈവൻ ഈ നിലത്ത് കാണുന്ന ഈ പ്രോപ്പറായിട്ടുള്ള റോഡ് പോലും ഇല്ലായിരുന്നു മേലെന്ന് ഇങ്ങോട്ട്. ഇപ്പം ഇതെല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമാണ് ഞാൻ വന്നത്. ആ സമയത്ത് തന്നെ എൻ്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഓണിക്സ് ബീച്ചിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഈ ഫോർട്ട് അഗ്വാഡ ജയിൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ നേരെ താഴെ കാണുന്നത് തന്നെയാണ് ഓണിക്സ് ബീച്ച് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുള്ള് പാറക്കല്ലുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ബാക്കി സ്ഥലത്തെല്ലാം കംപ്ലീറ്റ് സാൻഡ് തന്നെയാണുള്ളത്. ആൻഡ് ഇവിടുത്തെ പാറക്കല്ലുകൾ ഒരു പ്രത്യേക ലുക്കിൽ തന്നെയാണുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു പാത്തുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് 2 പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഫോറിനേഴ്സാണോ അതോ ഇവിടുത്തെ ലോക്കൽസാണോ എന്നറിയില്ല. ഇവിടെ നേരെ നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഓണിക്സ് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ പാറയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സോ ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കിടക്കുന്നത് മുഴുവനായിട്ട്. ഇവിടെ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇവിടെ കുറേ വെട്ടും കുത്തൊക്കെ ഉള്ളതുപോലെയാണുള്ളത്. ആരോ വാളൊക്കെ വെച്ച് വെട്ടിയതുപോലെയാണ് കിടക്കുന്നത്. ഇനി നേരെ കാണുന്ന കേട്ടോ ജയിൽ മ്യൂസിയം, വൈറ്റ് കളറിൽ കാണുന്ന ബിൽഡിങ് അടിപൊളിയായിട്ടാണ് അവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ആ ബിൽഡിങ്ങെല്ലാം വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു.
ഇപ്പോൾ റിനോവേഷനൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഉണ്ട്. 10 മണി തന്നെ ഓപ്പണിംഗ് ടൈം, അല്ലെങ്കിൽ അതിനുള്ളും കൂടെ പോകുമായിരുന്നു. ഓക്കെ, ഇതൊന്നും പ്രസ്സാവുന്നില്ല. ഞാൻ ചളി പിടിച്ച പോലെ ചളി പിടിച്ചാൽ മതി, ചളിയല്ല ശരിക്കും. ഈ ഭാഗത്തെല്ലാം ഈ സണ്ണിൻ്റെ നേരെ താഴെയായിട്ട് ചെറിയൊരു ഡോം കാണാം. തൊട്ട് താഴെ ഒരു പള്ളിയാണല്ലോ, അതിൻ്റെ താഴെ ഡോം കാണാം. അതിനെയാണ് ജിമ്മീസ് ബംഗ്ലാവ് എന്ന് പറയപ്പെടുന്നത്. ജിമ്മീസ് ബംഗ്ലാവ് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മേജർ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ടൂറിസം അതിനുള്ളിലേക്ക് അലൗഡ് അല്ല. ഭയങ്കര അടിപൊളിയായിട്ട് ബംഗ്ലാവാണ്. അപ്പം അത് ഈ സൺലൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അതൊരു മേജർ അട്രാക്ഷൻ തന്നെയാണ്, ദൂരം നിന്ന് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നേരെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോവാം. ഈ സൈഡിലൊക്കെ ഞാൻ വിചാരിച്ചത് ഇത് ചളി പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ചളി പിടിച്ച് കിടക്കുന്നതല്ല, മറ്റെന്തോ ഒരു റോക്ക് ഫോർമേഷനാണിത്. ഞാൻ നടന്നു പോകുന്നിടത്തൊന്നും ഒരു കുഴപ്പമില്ല. സാറിന് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയേനെ. എന്താ വേറെ 1-2 ചേട്ടന്മാർ നല്ല ഫുൾ പ്രൊഫഷണൽ ഫിഷർമാൻസൊക്കെ വരുന്നുണ്ട് ഫിഷിങ്ങിനായിട്ട്. ഇതിൻ്റെ കക്കയാണ് അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ളിങ്ങനെയാണ്, നല്ല രസം കാണാൻ. ഇത് ഗോവയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് മീൻ പിടിക്കുന്നതിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം. ഈ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ഫിഷിങ് ചെയ്യാണ്. നോക്കാം പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, ബട്ട് ഭയങ്കര സ്ലിപ്പറിയാണ്, എത്തിപ്പെടാൻ കുറച്ച് പാടുമാണ്. വേറെ ചേട്ടൻ ഇവിടുന്ന് മീനും വലയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഒരു മീൻ കിട്ടിയതെന്ന് തോന്നുന്നു. ഇവരിങ്ങനെയാണോ ഫിഷിങ് ഒക്കെ ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് കുറേ നേരം ഇവിടെ നിൽക്കുന്നു, ഒന്നും മീനൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് കുറച്ച് സമയം പിടിക്കാൻ തന്നു. അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ. നെയ്പുള്ളി പിന്നെ ഇടാൻ പോവുക. പക്ഷെ നല്ല രാവിലെയാണ്, നല്ല രസമാണ് വന്നിരിക്കാൻ. അത്ര അധികം ചൂട് അടിച്ച് തുടങ്ങുന്നുള്ളൂ, എന്നാൽ പോലും എന്താ സുഖമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. പോന്നു മീനൊന്നും അങ്ങോട്ട് കൊത്തി പിടിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഓണിക്സ് ബീച്ചിൻ്റെ കാഴ്ചകൾ. ഓണിക്സ് ബീച്ചിലേക്ക് വരാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ഓണിക്സ് ബീച്ച് വരെ. 10 മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഇതേ ബാക്ക് സൈഡ് കാണുന്ന അഗ്വാഡ സെൻട്രൽ മ്യൂസിയം കൂടെ നമുക്ക് കാണാം, വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു റിനോവേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. സോ ഈ നേരെ ഈ ഒരു ജയിൽ മ്യൂസിയം ഫുള്ളായിട്ട് കണ്ടു തീർക്കാവുന്നതാണ്. പക്ഷേ 10 മണിക്കാണ് ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് മാത്രം നമ്മൾ അത്രയും നേരം കാത്തിരിക്കാൻ ചാൻസ് കുറവാണ്.